ഹായ് അസ്സലാമു അലൈക്കും. ഇത് രണ്ട് ഡ്രസ്സ് കണ്ട കാക്കാരെ കല്യാണത്തിന് കാക്കച്ചി എടുത്തുന്ന ഡ്രസ്സാണ്. കല്യാണത്തിന് ഉള്ള ഡ്രസ്സായിരുന്നു അത്. അതിനാണ് പാവാട. എത്ര വർഷമായെന്നറിയാമോ? 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ ഈ ചുമപ്പ് മറവീടിനുള്ളതാണ്. അത് ഞാൻ എടുത്തതാണ്. കണ്ടാ കൊള്ളാമോ? അതൊരു വെൽവെറ്റാണ്. ഞാൻ ഒരു ദിവസമേ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല നോക്കിയാണ്. ഞാൻ ആറ്റിങ്ങ പൂജയെന്നാണ് എടുത്തത്. വർക്കുകൾ കണ്ടാ വെൽവെറ്റ്. ഇതൊരു ഗൗണാണ്. ഇതിൻ്റെ ഷോളാണിത്. പിന്നെ ഞാൻ മഫ്തയും കൂടെ ഉപയോഗിച്ചിരുന്നു. കണ്ടാ, ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ. ഇത് നമ്മൾ ആദ്യത്തെ ആറ്റിങ്ങലിൽ നിന്ന് എടുത്തതാണ്. ഇതും പാവാട. അടിയിലത്തെ വർക്ക് കണ്ട വർക്ക്. പിന്നെ കൈ നമ്മൾ സെപ്പറേറ്റ് തുണി എടുത്തിട്ട് വെച്ച് അതാണ് കൈ. ഞാൻ കൈ ഡ്രസ്സ് 3/4 ഉപയോഗിക്കുകയുള്ളൂ. കല്ലുണ്ട. ഇന്ന് ഞാൻ മുഷ്താഖ് മോനെ പ്രഗ്നൻ്റായി 5 മാസമാണ് കറക്റ്റ്. കണ്ട നല്ലതിൻ്റെ സെപ്പറേറ്റ്. ഇതിനിപ്പോൾ ഒരു ഗൗണേ ഉള്ളൂ. സെപ്പറേറ്റ് ഷോൾ മേടിച്ച് ഇത് ഭംഗി കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷെ ഒരു തവണയേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എൻ്റെ കല്ലിനോ ഡ്രസ്സിനോ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. കണ്ടേ. ഇനി പിന്നെ അങ്ങ് വീട്ടിലാണ്ടിരിക്കുന്ന ഒരു മഞ്ഞ ഫ്രോക്ക് കാര്യങ്ങൾ കൂടിയ പിന്നെ കുറേ കൊടുത്തു ഞാൻ കുറേ പേർക്ക്. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ ആയതിന് ശേഷം പിന്നെ കല്ലുള്ള ഡ്രസ്സ് അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ല. എൻ്റെ കഴുത്തിൻ്റെ വർക്കൊക്കെ കണ്ട നല്ലതാണ് എന്നുവെച്ചാൽ കണ്ട ഒരു കംപ്ലൈൻറ്റോ ഒന്ന് ഇളവിപ്പോയിട്ടോ അങ്ങനെ ഒന്നുമില്ല. ഇതിന്നും നല്ല സൂപ്പർ കൂടിയ ചുരിദാർ 3000 രൂപ ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു. ഇതന്ന് 4000 സംതിങ് റേറ്റും. ഇത് 2000 ഷോള് സെപ്പറേറ്റ് എടുത്ത്. ഇത് 2000 സംതിങ്ങുമാണ്. കണ്ട ഇത്തിരി ഇറക്കം കൂടുതലുണ്ട്. കൊള്ളൂലേ? നിങ്ങൾക്ക് ഇഷ്ടമായ? ഇതൊക്കെയാണ് എൻ്റെ ഓൾഡ് കളക്ഷൻസ്. ഇത് ഗോൾഡൻ കളറാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ട സൂപ്പറല്ലേ? ഇതിൻ്റെ വർക്ക് കണ്ട ഇങ്ങനെ താഴെ വശത്ത് കണ്ട ഒന്നും ഒരു കേടോ ഒരു കംപ്ലൈൻറ്റോ ഒന്നുമില്ല. നമ്മൾ ഈ കൂടിയ ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ നല്ല മെറ്റീരിയൽ ആയിരിക്കും. റേറ്റ് കൂടിപ്പോയി എന്ന് പറയണ്ട. പക്ഷേ എത്ര വർഷം ആയാലും അതുപോലെ ഇരിക്കും. ഞാൻ ഈ തുണികളൊന്നും ഇതിവിടെ അലമാരിയിൽ ഇരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം. പറഞ്ഞില്ലേ നല്ല രീതിയിൽ വിവാഹവും നല്ല ദാമ്പത്യ ജീവിതവും നല്ല ഹാപ്പി ലൈഫും ആയിരുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം ഇങ്ങോട്ട് മാത്രമാണ് എനിക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും. ഇവിടം വരെ എത്തിയതും 3 മക്കളും ജീവിതം കൊണ്ടിട്ട് പരാജയം. കാരണം കല്യാണത്തിന് മുമ്പ് എനിക്ക് കിട്ടുന്ന സൗഭാഗ്യം മൊത്തം കിട്ടി. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് സ്വർണ്ണക്കുലുസ് ഇഷ്ടമായിരുന്നു. വലിയമ്മായി വലിയാപ്പായി സംഭാവന അന്ന് 10ൽ നല്ല മാർക്ക് മേടിച്ചതിന്. അന്നത്തെ ഫസ്റ്റ് ഏകജാല നമ്മളായിരുന്നു. പിന്നെ ജീവിതം കൊണ്ടിട്ട് ഇങ്ങനെ കാര്യങ്ങളായിപ്പോയി. ഒരുപാട് പഠിക്കാൻ പറ്റിയില്ല. ഒരു ജോലി കിട്ടണം. എല്ലാവരും പ്രതീക്ഷിച്ചാണ് എനിക്കൊരു ജോലി കാര്യങ്ങൾ. ഉപ്പാപ്പ എപ്പോഴും പറയുന്നു മരണപ്പെട്ടു പോയി എനിക്കൊരു ജോലി. ഇൻഷാ അല്ലാഹ് എൻ്റെ മക്കളെ പഠിപ്പിക്കണം. അതുകൊണ്ട് പിന്നെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൊടുത്ത് ചുമ്മാതെയൊക്കെ എൻ്റെ പരിചയത്തിലുള്ളവർക്കൊക്കെ കൊടുത്ത്. പിന്നെ അങ്ങനെ ഉപയോഗിക്കില്ല ഡ്രസ്സുകൾ. കാരണം പുറത്ത് പോകുന്നത് ചുരുക്കം. ഈ ബന്ധമൊക്കെ തീർന്നതിന് ശേഷം ഞാൻ പുറത്തോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും പോവില്ല. പിന്നെന്താണ് ഒരുപാടും എന്താണ് നാട്ടുകാരെ ചോദ്യത്തിൻ്റെ ഉത്തരവും എന്ത് പറ്റി അതങ്ങനെ ഇതിങ്ങനെ. ഇത് പാവാട. അതിൻ്റെ കൂടെയുള്ള പാവാടയാണ്. കാര്യങ്ങളെല്ലാം ചോദിക്കും. കാരണം ഇതൊക്കെ കാണുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോളെപ്പോഴും പറയും ഉമ്മച്ചി വലുതാമ്മ എനിക്ക് തരുമോ? ഞാൻ പറഞ്ഞു തരാം മക്കളെ, അതിനെന്താ. ഇതാണ് എൻ്റെ ഡ്രസ്സ് കളക്ഷൻ. ഇനി അവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നൊരു ഫ്രോക്ക് എടുത്ത് അവിടെ കൊണ്ടുപോയി, ഒരു മഞ്ഞ. പിന്നെന്താണ് ജീവിതമൊക്കെ താറുമാറാകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഓട്ടോമാറ്റിക് പതറും. പക്ഷേ റബ്ബ് ഒരുവനുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് കാലം കൊണ്ട് ശ്രമിച്ചിട്ട് വീടും ഇന്നാണേ പടച്ചോനെ അതിൻ്റെ കട്ടള വെയ്പ്പായത്. പിന്നെ അൽഹംദുലില്ലാഹ് അതിന് ഞാൻ ഒരുപാട് പേരെ സഹായങ്ങളും കരങ്ങളും എത്തിയിട്ടുണ്ട്. ഇനിയും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു വിധിച്ചിട്ടുണ്ട് അത് കിട്ടും. ആരെന്ത് പരിഹസിച്ചാലും എന്ത് വന്നാലും എന്തിത് പറഞ്ഞാലും മക്കൾക്ക് റബ്ബൊന്ന് തലയിലേകിയിട്ടുണ്ട്. പിന്നെ അള്ളാഹു നല്ല മക്കളായിട്ട് വളർത്തട്ടെ. ആമീൻ. ഇത്രയും ഒരു പ്രാർത്ഥനയുള്ളൂ. ആർക്കും ഒരു ദ്രോഹവും ദുഃഖവും നമ്മൾ ചെയ്യാൻ പോവേയില്ല, ഇനിയൊട്ടും ചെയ്യേയില്ല. ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റൂ, അതായത് ഒരു സമയത്ത് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിയാലും ഒരു വിഹിതം ഇൻഷാ അല്ലാഹ് ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇല്ലായ്മയെന്ന് വന്നതാണ്. വന്ന വഴി മറക്കാൻ ആരും പാടില്ല.
അപ്പോൾ ഇത് കണ്ട ഡ്രസ്സ് കണ്ട സൂപ്പറല്ലേ, കളറ് നല്ലതാണ്, പട്രോസ കളറില്ലേ, ഇതാണ്. ഞാൻ വിചാരിച്ചതങ്ങ് മടക്കി ഞാനങ്ങ് വെക്കും, കാരണം എന്ന് വെച്ചാൽ ഇത് ഇവിടെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ഒരു സമയത്ത് ഇടാൻ തോന്നിയാൽ ഇടും, ഒരുങ്ങാൻ തോന്നിയാൽ ലൈഫിലൊരു ചേഞ്ചിങ് ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ മാറുമായിരിക്കും. പിന്നെ അത് മോനിക്ക് ഇഷ്ടപ്പെട്ടന്നത് ഇത് ഇട്ടോണമെന്ന്. ഇതുണ്ട ഷോള്, ഇതിൻ്റെ ഷോളാണ് ഇത്. പിന്നെ ഞാൻ മഫ്തയും കൂടെ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഇപ്പം അതിഷ്ടമാണ്, അതവിടെ ഇരുന്നോട്ട്. പിന്നെ ഇത് മടക്കി അങ്ങ് വെക്കണം. അപ്പോൾ ശരി മക്കളെ, എൻ്റെ ഡ്രസ്സ് കൊള്ളാമോ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ശരി മക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ശരി എന്നാൽ അസ്സലാമു അലൈക്കും.